അന്തരീക്ഷം കണ്ടോ, ഭയങ്കര കോടയൊക്കെ മൂടിയാണ് കിടക്കുന്നത്. കണ്ടോ, ബാക്കിലൊന്നും കണ്ടുകൂടാ. അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയും. രാവിലെ 7 മണിയല്ലേ, 6 മണിക്ക് ഇതായിരുന്നു സിറ്റുവേഷൻ. അവിടെ ഒരു വണ്ടി കിടക്കുന്നു, അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം എന്ത് മറിമായം ചെയ്യാമെന്ന് പുള്ളി. അങ്ങനെ ഇവിടെ ആരുമില്ല. ഞാൻ വെള്ളത്തിലിറങ്ങി ഫ്ലോട്ട് ഇട്ട് കുറച്ച് ദൂരം പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഇൻഫിനിറ്റി പൂളിൽ 2ാമത്തെ ദിവസം വലിയ ഫ്ലോട്ട് ഇല്ല ഡിയേഴ്സ്. ഉള്ളത് വെച്ച് ചെറുതായിട്ട് പോവാം. കഴിഞ്ഞ ദിവസത്തെക്കാട്ടി ബെറ്റർമെൻ്റ് ഉണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഇത്രയും പോലും ഞാൻ ഇറങ്ങുന്നില്ലായിരുന്നു. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നലെ വന്നപ്പോൾ പൂളിൽ ഭയങ്കര മെസ്സായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ കോട കണ്ടോ ബാക്ക് സൈഡൊക്കെ. ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടൊരു പൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അർമാദിക്കാം. ലാ 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 ലാ. ടാറ്റാ. ഇപ്പൊ പൂളുമായിട്ട് ഞാൻ ഫ്രണ്ട്ലിയാ. ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. കറക്റ്റ് അറ്റത്ത് തന്നെയായിരുന്നു ഞാൻ നിൽക്കുന്നത്. ഗോഡസ് എൻജോയ്. കയറുന്ന നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലേ പറ്റൂ. അങ്ങനെ പൂളിനകത്ത് നിന്നൊരു റീലും ചെയ്ത് ഇനി കയറുന്ന ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ആക്ച്വലി ആ സ്വിമ്മിങ് പൂളിൻ്റെ ഹാൻഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വലത്തെ കൈ പിടിച്ചിട്ട് താഴെ ക്ലാമ്പ് ലൂസായിട്ടാണ് നിൽക്കുന്നത്. സോ എന്ത് സംഭവിക്കാം, മറിഞ്ഞടിച്ച് വീണ ഒന്നും വിചാരിക്കരുത്. കോമഡി ആയിട്ട് കഴുതിയാൽ മതി. എന്തായാലും ഞാൻ കയറി. അങ്ങനെ സക്സസ്ഫുള്ളായി പൂളിൽ കുറച്ച് നേരം ഇറങ്ങി. ആരുമില്ല, നിങ്ങൾക്ക് പ്രൂഫാണ്. ഇന്നലെ ഇവിടെ ആളുള്ളപ്പോൾ എല്ലാവരും ഇറങ്ങാം, ആളില്ലാത്തപ്പോൾ ഇറങ്ങാനാണ് ടാസ്ക്. ഇനി ഇത്രയും മതി. ഇനി കോട ഏരിയ ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല, മേളോട്ട് നടന്നിട്ടില്ല പ്രോപ്പർട്ടിയുടെ. അത് നമുക്ക് ചെയ്യാം. കമോൺ.
സോ ഇതാണ് എൻ്റെ വില്ലയുടെ, ഞാൻ അപ്സ്റ്റെയർ വില്ലയാണ് എടുത്തത്, പ്രീമിയം വില്ല. ഒരു വാഷ് ബേസിൻ ഉണ്ട്, പിന്നെ വിൻഡോ പാനൽ പോലെ കംപ്ലീറ്റ് കോടയാണ് അവിടെയൊക്കെ. ഞാനിന്ന് ഫുഡ് അടിച്ചിട്ട് എനിക്കിതിന് പോകണം, മറ്റേ മേളിലോട്ടും കൂടെ, ആ റൂട്ട് മേളിൽ കയറി കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. സോ അങ്ങോട്ടും കൂടെ പോകണം, അതും കൂടെ പോയിട്ടേ ഞാൻ ഇനി വരും. റെസ്റ്റോറൻറ്റ് അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, സ്റ്റെയർ താഴോട്ടാണ്. ഇതിൻ്റെ പുറത്തേ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. സോ സൈറ്റ് സീയിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിനും എൻ്റെ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടോ? എൻ്റെ തന്നെ സിൽജ സാരി ഫാൻസ്റ്റോയുടെ ഇറക്കുമതിയാണ്. ഞാൻ പോയിട്ട് വരാം. കമോൺ. ബ്രേക്ക്ഫാസ്റ്റിൽ ബുഫേ ആണെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വെറൈറ്റീസ്. നമ്മുടെ പടി ഇറങ്ങി വരുമ്പോൾ നല്ല കോടയാണ്. ഇപ്പോഴും 9 മണിയായി, എന്നാലും അത് മാറിയിട്ടില്ല. അങ്ങോട്ടാണ് പോകേണ്ടത്. ഫാമിലി നിൽക്കുന്നതിൻ്റെ ഓറഞ്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ്
ഞാൻ പോകുന്ന റൂട്ട് കണ്ടോ? ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു വാക്ക് വേ. ഇന്നലെ ഞാൻ വന്നില്ല. എൻ്റെ പ്രീമിയം വില്ല അതാ മേളിൽ കാണുന്നത്, ആ ടോപ്പ് സ്റ്റെയർ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. മേളിൽ നമ്മൾ വ്യൂ നന്നായി കാണിക്കാം. കണ്ടോ, ആ കാണുന്ന മേളത്തെ പ്രീമിയം വില്ല. വില്ല കംപ്ലീറ്റ് എൻ്റെയാണ്. താഴത്തതല്ല, മേളത്തത്. അവിടെയാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റാൻഡ് വെച്ച് ഇവിടെ കണ്ടന്റ് എടുക്കാൻ പറ്റില്ല. കണ്ടല്ലോ റോഡ്. മേളിൽ പോയി നോക്കാം എന്തെങ്കിലും മോയിനുണ്ടോന്ന്. കണ്ടന്റ് എടുക്കാനുള്ള ആത്മാർത്ഥത ഇന്ന് രാവിലത്തെ റീല് കണ്ടപ്പോൾ മനസ്സിലായി കാണും എല്ലാവർക്കും. സ്പോട്ടിൽ നിന്ന് ഞാനൊരു തകർപ്പൻ ഡാൻസ് എടുത്തു, ആരുടെ സഹായം ഇല്ലാതെ. എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കണ്ടന്റ് വരുമ്പോൾ കാണിച്ചു തരാം. മേളിലോട്ട് പോവാം. ഇതാ ഞാൻ അവിടെ നിന്ന് മേളിലോട്ട് കയറി വന്നു. ആ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ കാണാൻ കാഴ്ചകളുണ്ട്. ചെരുപ്പിടുന്നതൊക്കെ സൂക്ഷിച്ചും കണ്ട് വിടണം. കാരണം കാര്യം സ്കിഡായി കഴിഞ്ഞാൽ പണിയാണ്. ഞാൻ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് മറ്റേ ക്യാമ്പ് ഫയർ ഏരിയ കണ്ടോ, അതാ കാണുന്നു. ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് കയറാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റൂല. ഒരു ഫോട്ടോ എടുക്കാമെന്ന് തോന്നുന്നു, വേറൊന്നും നടക്കൂല. ഇന്നലെ അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അജ്ഞാത ഒരു പുതിയ റിസോർട്ടിൽ മഴയത്ത് പോയി റീലെടുത്ത ആത്മാർത്ഥത എല്ലാവരും രാവിലെ പൊക്കിയടിച്ച് കാണിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ. കൊടയും ഞാൻ ഇവിടെ വെക്കാം. ഇവിടെ നിന്ന് അവിടെ പോയി ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് വരാം. കാരണം വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സീനാവും. എന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്കൊരു റീൽ എടുക്കാം. ഈ പോയിന്റിൽ നിന്നുകൊണ്ടൊരു റീൽ എടുക്കാം. പക്ഷെ ഞാൻ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. ഇവിടെ സൂക്ഷിക്കണം. മറ്റേ കല്ലാണ്, ചെറുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കയറി നോക്കാം. അതാണ് ഞാൻ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് വരാൻ പറഞ്ഞത്. കണ്ടോ, ഇവിടെ നിന്ന് ഡാൻസ് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കാരണം നല്ല സ്ലിപ്പറിയാ ഫ്ലോർ. കണ്ടോ, ഇതാണ് നമ്മുടെ ഹൈ പോയിന്റ്. ഇനി ഫ്രണ്ട് പോർഷൻ ഡോറിൽ ഇറങ്ങിയ ഫ്രണ്ടിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങുക. അതാണ് ഈ വില്ലയുടെ ഹൈലൈറ്റ്. ഇപ്പോൾ ഒന്നും കണ്ടുകൂടാ കോടായതുകൊണ്ട്. ഇത് അവിടെ ഇങ്ങനെ ഒരു ഡോറുണ്ട്. എന്താ നമ്മൾ പോയിരുന്ന ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ, ഫ്രണ്ട്. ഇതാണ് ഈ വില്ല എടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം. അങ്ങനെ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ടാറ്റായി ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് ഈ പ്രീമിയം വില്ലയിൽ നിന്ന്. അടുത്ത് നമ്മൾ വേറൊരു സ്റ്റേക്കേഷനാണ്. അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊരു ഹൈ റേഞ്ച്, അതൊരു ഒരു മോഡറേറ്റ് റേഞ്ച്. ഞാൻ കാണിച്ചിട്ടുണ്ട്. 2 അക്കോമഡേഷൻ ആൾക്കാർക്ക് അറിയണമല്ലോ. എല്ലാവർക്കും എന്നെപ്പോലെ പ്രീമിയം എടുക്കാൻ പറ്റിയെന്ന് എല്ലാ സമയവും പറ്റത്തില്ലല്ലോ. സോ ഈ ഒരു ചോട്ടാ വ്ളോഗ് ഇവിടെ തീരുന്നു. അടുത്തൊരു വ്ളോഗായിട്ട് അടുത്ത സ്റ്റേക്കേഷൻ, അതായത് Day 2 ആണ്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. എൻ്റെ റിസോർട്ടിലെ ഓൾ ഇൻ ഓൾ ആയ ആഷിഖ് ഹൗസ് കീപ്പിങ്ങിലെ ആഷിഖിനെ പോലെ ആഷിഖ് മാത്രമാണ് കേട്ടോ. ആഷിഖ് ഈ വീഡിയോ കാണുന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റാരെക്കാട്ടി നല്ല റിലയബിളും സർവീസ് മൈൻഡും ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കീപ് ഇറ്റ് അപ്പ് ആഷിഖ്. ഉയരങ്ങളിലെത്തി.